ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരു സ്ത്രീക്ക് ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ അവരതങ്ങനെ പെട്ടെന്നൊന്നും തുറന്നു പറയില്ല. അവരുടെ സ്വഭാവത്തിൽ കാണിക്കുന്ന അല്ലെങ്കിൽ അവരുടെ സംസാരത്തിൽ കാണിക്കുന്ന ചില രീതികൾ ഒരു സൂചനയായിട്ട് കണക്കാക്കണം. അതുകൊണ്ട് തന്നെ വുമൺ സൈക്കോളജി പ്രകാരം സ്ത്രീകൾക്ക് ഇഷ്ടമല്ലാത്ത ഒരാളോട് അവർ പെരുമാറുന്ന രീതിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ഒന്നാമത്തെ കാര്യമാണ്, നിങ്ങളുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യാൻ അവർ ആഗ്രഹിക്കില്ല എന്നുള്ളത്. ഒരു കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കാതിരിക്കുക മാത്രമല്ല, ഒരു കോൺവെർസേഷന് ഇനീഷ്യേറ്റീവ് എടുക്കാൻ പോലും അവർ ശ്രമിക്കില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങളുടെ പാർട്ട്ണർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിന് ജസ്റ്റ് മെസ്സേജ് അയക്കുകയാണ് അങ്ങോട്ട്. അപ്പം അവർക്ക് നിങ്ങളിലുള്ള താല്പര്യം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മറുപടി നൽകില്ല. ഇപ്പം അവർ ബിസിയാണ് അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു റീസൺ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്ത സമയത്തുള്ള കാര്യമാണ് പറയുന്നത്. അവർ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മറുപടി തരില്ല, അതുപോലെ നിങ്ങളെ കൺസിഡർ ചെയ്യില്ല. നിങ്ങൾ അവരെ കോൾ ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് കൃത്യമായ ഒരു അറ്റൻഷൻ തരാതിരിക്കാൻ അവർ മാക്സിമം ശ്രമിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ നേരിട്ട് തന്നെ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് അവരോട് സംസാരിച്ച് തുടങ്ങുന്നു. അപ്പോൾ ആ സമയത്ത് അവർക്ക് വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവുകയാണ്. ഇപ്പോൾ അവരുടെ ഫോണിലൊരു മെസ്സേജ് വരുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും അവർ വിളിക്കുന്നു, അല്ലെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ ആണെങ്കിൽ പോലും നിങ്ങളിൽ നിന്നും ഡിസ്ട്രാക്റ്റഡ് ആയി അവർ തിരിച്ച് ആ ഒരു കോൺവെർസേഷനിലേക്ക് എൻ്റർ ആയി കഴിഞ്ഞാൽ പോലും നിങ്ങൾ പറഞ്ഞതിൻ്റെ ബാക്കി എന്താണ് എന്നവർ നിങ്ങളോട് ചോദിക്കില്ല. നിങ്ങളുടെ ആ ഒരു കോൺവെർസേഷനെ കംപ്ലീറ്റ് ആയിട്ട് കേൾക്കാൻ അവർക്ക് താല്പര്യമില്ല എന്നാണ് അതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോ ഇത് അവർക്ക് നിങ്ങളോട് താല്പര്യമില്ല എന്ന് സൂചിപ്പിക്കുന്ന വലിയൊരു പോയിന്റാണ്. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ അവർ ഒരിക്കലും ശ്രമിക്കില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്ത് ഒരു രണ്ടുപേർക്കും കൂടിയുള്ള ഒരു പേഴ്സണൽ ടൈം നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ പോലും അവർ മാക്സിമം അതിൽ നിന്നും ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്കിടയിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അവരോട് പറയാണ്, ഓക്കെ നമുക്ക് ഇന്നൊരു ഡേറ്റിന് പോവാം, അല്ലെങ്കിൽ നമുക്ക് പുറത്തൊന്ന് പോയി ഒരു ചായ കുടിക്കാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് അവരെ നിങ്ങളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ മാക്സിമം വേണ്ട, ഇന്ന് എനിക്ക് കുറച്ച് തിരക്കുണ്ട്, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർ നിങ്ങളെ ഇഗ്നോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളോട് ടൈം സ്പെൻഡ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അത് അർത്ഥമാക്കുന്നത് അവർക്ക് നിങ്ങളോട് താല്പര്യമില്ല എന്ന് തന്നെയാണ്. ഇനി മൂന്നാമത്തെ കാര്യം, ഏതൊരു വ്യക്തിക്കും നമ്മൾ ഇപ്പം നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണെങ്കിൽ പോലും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ വൈഫിന് വൈഫിൻ്റെതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടാവും, ഹസ്ബൻഡിന് ഹസ്ബൻഡിൻ്റെതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പം നമ്മൾ ആസ് എ പാർട്ട്ണർ എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ പാർട്ട്ണറിനെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടാണ് കാണേണ്ടത്, ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ. അപ്പോൾ നമുക്കുള്ള പ്രോബ്ലംസും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളും നമ്മുടെ വിഷമങ്ങളും എല്ലാം നമ്മൾ ഓപ്പണായിട്ട് തുറന്നു പറയേണ്ടത് നമ്മളുടെ പാർട്ട്ണറിൻ്റെ അടുത്താണ്. അപ്പോൾ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ, അതായത് ഈ ഒരു പെർട്ടിക്കുലർ സ്ത്രീയുടെ, ഇപ്പം നിങ്ങളുടെ ഭാര്യയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ സീക്രറ്റുകൾ, അവരുടെ വിഷമങ്ങൾ, ഇതൊന്നും അവർ നിങ്ങളുടെ അടുത്ത് കുറേ നാളായിട്ട് തുറന്ന് പറയുന്നില്ല. അതിനർത്ഥം അവർക്ക് വിഷമങ്ങൾ വരുന്നില്ല അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ പേഴ്സണലായിട്ടൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണോ? അല്ല, നിങ്ങളോട് അത് പറയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പം അങ്ങനെ അവർ പറയാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് നിങ്ങളോടുള്ള താല്പര്യം കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ നിങ്ങളിപ്പോൾ പഴയ പോലെ സ്നേഹിക്കുന്നില്ല എന്ന് തന്നെയാണ്. ഇനി നാലാമത്തെ കാര്യം, അവർ നിങ്ങൾക്ക് മുൻഗണന അല്ലെങ്കിൽ പ്രയോറിറ്റി നൽകില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ ഒരു പ്രോഗ്രാം നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യത്തിൻ്റെ പേരിൽ തീരുമാനം എടുക്കേണ്ടി വരുന്നു. ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആസ് എ ഹസ്ബൻഡ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആസ് എ വൈഫ് എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ പാർട്ട്ണറിനെ തന്നെ ആയിരിക്കും. നമ്മുടെ പാർട്ട്ണറിൻ്റെ ടൈം അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറിനെ ആയിരിക്കും നമ്മൾ പ്രയോറിറ്റി ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഇനിയിപ്പോൾ പ്രോഗ്രാമിൻ്റെ കേസല്ല, ഇപ്പോൾ നിങ്ങൾ അവരെ വിളിക്കുകയാണ്, കോൾ ചെയ്യാണ്. അപ്പോൾ ആ സമയത്ത് അവർ വേറെ ആരെങ്കിലും ആയിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത അല്ലെങ്കിൽ ഒരു കാഷ്വൽ ടോക്ക് ആണെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും ഈ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് വിളിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞ് നിങ്ങളെ കോള് അറ്റൻഡ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളോട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും.
ഈ രീതിയിൽ അവർ നിങ്ങൾക്ക് പ്രയോറിറ്റി തരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മീൻ ചെയ്യുന്നത് അവർക്ക് നിങ്ങളോട് പഴയ പോലെ താല്പര്യമില്ല എന്ന് തന്നെയാണ്. ഇനി നമ്മുടെ 5ാമത്തെ പോയിന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ ബൗണ്ടറീസ് ആണ്. പേഴ്സണൽ ബൗണ്ടറീസ് എല്ലാ മനുഷ്യന്റെ ജീവിതത്തിലും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ റിലേഷൻഷിപ്പിൽ ഒരു പരിധിയിൽ കവിഞ്ഞ് ബൗണ്ടറി കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതത്ര നല്ല കാര്യമല്ല. കാരണം ഇവർ പറയാണ്, ഇപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു സർക്കിളാണ്. ആ സർക്കിളിന്റെ ഉള്ളിൽ നിൽക്കുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. പിന്നെ അതിൻ്റെ അകത്ത് ചെറിയ രീതിയിലുള്ള ഒരു പേഴ്സണൽ സ്പേസ് എന്നുള്ള രീതിയിൽ നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. എന്നാൽ പോലും ആ റിലേഷൻഷിപ്പിന്റെ ആ ഒരു ബൗണ്ടറിയിൽ നമ്മൾ പറയേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട, നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ ബൗണ്ടറി വെച്ച് ആ ഒരു റിലേഷൻഷിപ്പ് എന്ന സർക്കിളിൽ നിന്നും നമ്മളുടെ ഹസ്ബൻഡിനെ ഔട്ട് ആക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന, അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുന്ന ഒരു വൈഫ് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം, ഒന്നെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കൊണ്ടാവാം അവർക്ക് നിങ്ങളോടുള്ള താല്പര്യം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുക. എല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാരണമാവാം. കാര്യം ലാസ്റ്റ് വന്നെത്തുന്നത് അവർക്ക് നിങ്ങളോട് താല്പര്യമില്ല എന്നതിൽ തന്നെയാണ്. സോ ഈ ഒരു വീഡിയോയിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ഈ പറഞ്ഞ 5 പോയിന്റ്സും ഒരു സൂചനയാണ്. ഈ 5 പോയിന്റ്സും ഒരു വ്യക്തി നിങ്ങളോട് കാണിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഇത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞ് അതിനെ നോർമലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ അതിനെക്കുറിച്ച് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ നിങ്ങൾ അവരെ ഉപേക്ഷിക്കണമെന്നോ അങ്ങനെയൊന്നും അല്ല പറയുന്നത്. ഓപ്പൺ ആയിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്താണ് പ്രശ്നം, എനിക്ക് ഈ രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സത്യം എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് മീ രാഷ്ന, സൈനിങ് ഓഫ്.